നിർദ്ദേശപ്രകാരം റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇടുക്കിയിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. DTPCയുടെ മേൽനോട്ടത്തിൽ കേന്ദ്രീകൃത ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. നിരക്കും ഓരോ ജീപ്പിൽ യാത്ര ചെയ്യേണ്ട സഞ്ചാരികളുടെ എണ്ണവും നിജപ്പെടുത്തും. ജീപ്പുകൾക്ക് GPS ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. രാവിലെ 4 മുതൽ വൈകിട്ട് 6 വരെ മാത്രമായിരിക്കും ഓഫ് റോഡ് സഫാരി ഇനി മുതൽ ഉണ്ടാവുക. ഇതുകൂടാതെ റൂട്ടിന്റെ ദൈർഘ്യം അനുസരിച്ച് ഒരു ജീപ്പിന് പരമാവധി ഒരു ദിവസം 2 ട്രിപ്പ് വീതമാകും ഉണ്ടാവുക. അംഗീകൃത ഓഫ് റോഡ് പാതകളിൽ മാത്രമായിരിക്കും ഓഫ് റോഡ് സവാരി നടത്താൻ സാധിക്കും. ഈ റൂട്ടിൽ സ്വകാര്യ വാഹനങ്ങളെ അനുവദിക്കില്ല. പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം ജൂലൈ 16-ന് ഓഫ് റോഡ് ജീപ്പ് സഫാരികൾ പുനരാരംഭിക്കും. കെട്ടിടം നിർമ്മിച്ചതുകൊണ്ട് മാത്രം ആശുപത്രികൾ നന്നാകില്ല എന്നും ചികിത്സാ സംവിധാനം മെച്ചപ്പെട്ടതാകണമെന്നും CR മഹേഷ് MLA. ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നും സ്വകാര്യ ആശുപത്രികളിൽ സാധാരണക്കാർക്ക് ചികിത്സിക്കേണ്ടി വന്നാൽ സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്നും MLA ആവശ്യപ്പെട്ടു. ഓച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന ഐസൊലേഷൻ വാർഡിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവന് ചികിത്സ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞാൽ ഇത്രയും